പ്രശസ്ത തമിഴ് സൂപ്പർ താരവും DMDK നേതാവുമായ വിജയകാന്ത് അന്തരിച്ചിരിക്കുകയാണ്. അന്ത്യം ഇന്ന് രാവിലെ ചെന്നൈയിലായിരുന്നു. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. വിവരങ്ങളുമായി അപർണ കാർത്തികയാണ് ചേരുന്നത്. അപർണ, എപ്പോഴാണ് ഏറെ നാളായി അസുഖബാധിതനായിരുന്നു, എപ്പോഴാണ് ഈ മരണം സംഭവിച്ചത്? ആര്യ അല്പസമയം മുമ്പാണ് ആ മരണം സ്ഥിരീകരിച്ചത്. നടനാണ്, ഒപ്പം DMK നേതാവാണ്, DMDKയുടെ നേതാവാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസമാണ് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നത്. കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ വന്നിരുന്നു. ഇന്നലെ വൈകിട്ടോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു. നേരത്തെ ഹൃദയ സംബന്ധമായ അസുഖവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൂടാതെ ശ്വാസകോശ സംബന്ധമായ അസുഖം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ആദ്യം അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇത് 3ാം തവണയാണ് അദ്ദേഹത്തിന് കോവിഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുകയായിരുന്നു. ഇന്നലെ രാവിലെ തന്നെ അദ്ദേഹത്തിന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ഇന്ന് അല്പസമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. വിജയകാന്തിന്റെ നില ഗുരുതരമാണെന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനുശേഷം ഇന്ന് 9 മണിയോടുകൂടി അല്പസമയം മുമ്പ് മാത്രമാണ് മരണം സ്ഥിരീകരിച്ചത്. ആശുപത്രിയുടെ മെഡിക്കൽ ബുള്ളറ്റിനിലാണ് അദ്ദേഹത്തിന് പനിയായിരുന്നു എന്നും പനി കോവിഡ് ആണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് റിപ്പോർട്ടുകളെല്ലാം വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ചലച്ചിത്ര താരം എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം തമിഴ്നാട്ടിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായ പിന്തുണയും അദ്ദേഹത്തിന് സജീവമായ ഇടപെടലും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് തലത്തിലേക്ക് വരെ എത്തി. ക്യാപ്റ്റൻ എന്നുള്ളൊരു പേര് അദ്ദേഹത്തിന് നേരത്തെ തന്നെ പതിച്ച് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചലച്ചിത്ര താരം എന്നുള്ളതിനേക്കാൾ ഉപരി തന്നെ നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ എപ്പോഴും ഒരു രാഷ്ട്രീയക്കാർക്ക്, സിനിമാ താരത്തിനും രാഷ്ട്രീയക്കാർക്ക് ലഭിക്കുന്ന ഒരു പരിവേഷം, അതിൻ്റെ പരമാവധി അതിൻ്റെ പാരമ്യത്തിൽ അത് ആസ്വദിക്കുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്തൊരു നടനും രാഷ്ട്രീയക്കാരനും കൂടിയാണ് DMDK നേതാവായ വിജയകാന്ത്. 2016 മുതൽ സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹമുണ്ട്. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലെ ഉലുന്തൂർപേട്ട നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ആദ്യം മത്സരിച്ചത്. 2006-ലും 2011-ലും അദ്ദേഹം അവിടെ 2 തവണ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. MLA അദ്ദേഹത്തിന് 2016-ലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിലും, ഈ പറഞ്ഞ 2 സീറ്റിലും അദ്ദേഹത്തിന് കെട്ടിവെച്ച കാശ് നഷ്ടമായിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വലിയ താരപ്രഭയുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയ പിന്തുണ അദ്ദേഹത്തിന് അവകാശപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ സ്ഥിതിഗതികളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് മാറി മറിഞ്ഞു. 2011 ആയപ്പോഴേക്കും ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകവുമായി, അതായത് ADMKയുമായി അദ്ദേഹം സഖ്യം രൂപീകരിച്ച് 41 നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് ആ 41 സീറ്റുകളിൽ 29 സീറ്റിലും അദ്ദേഹത്തിന്റെ പാർട്ടി വിജയിച്ച് ഒരു ചരിത്ര സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, ഒരുപക്ഷേ തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയം പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇത്രയധികം സീറ്റുകളിൽ മത്സരിച്ച് ഇത്രയധികം സീറ്റുകളിൽ ജയിക്കാൻ കഴിഞ്ഞ ഹ്രസ്വകാലം കൊണ്ട് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ വിജയകാന്തിന്റെ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമായി അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിജയകാന്ത് എന്ന പേര് തമിഴ്നാട്ടിലെ എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു. അതായത് ക്യാപ്റ്റന്റെ സിനിമ കാണാൻ തമിഴ്നാട് ഗ്രാമങ്ങൾ ഈ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഒരു കാഴ്ച, അത് ക്യാപ്റ്റൻ എന്ന് വിളിപ്പേര് അവർ ഏറ്റവും സ്നേഹത്തോടെ വിജയകാന്ത് അണ്ണ എന്ന് വിളിച്ചിരുന്നവർ രജനീകാന്തിനടക്കം ഒപ്പം എത്താനുള്ള സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അപ്പോൾ അത്രയും ജനകീയനായ ഒരു നടനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. മറ്റൊന്ന്, DMDK അടക്കം നടത്തി അതിൽ മുന്നേറ്റം നടത്തിയ ഒരു രാഷ്ട്രീയ മഹാമേരുവിനെ കൂടിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതെ, 80കളിലും 90കളിലും, അതായത് 80കളുടെ തുടക്കം മുതൽ 90കളുടെ അവസാനം വരെ തമിഴ്നാട്ടിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകിയ ഒരു താരമാണ് വിജയകാന്ത്. വിജയകാന്ത് എന്നുള്ളൊരു പേരിന് നിമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രജനീകാന്തിനും കമൽഹാസനും എല്ലാം തുല്യമായ ഒരു പരിഗണന, ശരത് കുമാർ വിജയകാന്ത് കൂട്ടുകെട്ടൊക്കെ അക്കാലത്ത് ഏറ്റവും ശ്രദ്ധേയമായ കൂട്ടുകെട്ടായിരുന്നു. പക്ഷേ ഒരു ക്യാപ്റ്റന്റെ സിനിമകൾ, അത് കൃത്യമാണ് നിമേഷ് പറഞ്ഞു, ക്യാപ്റ്റന്റെ സിനിമകൾക്ക് ഒരു ആരാധക വൃന്ദം തന്നെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ അടുത്ത കാലത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് വരെ അദ്ദേഹത്തിന് ഒരു ക്യാപ്റ്റന്റെ പരിഗണന, ഒരു ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം, അത് ആ പാർട്ടിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തന്നെ അന്ന് വലിയൊരു ചർച്ച ഉണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, അതായത് സിനിമാ രാഷ്ട്രീയത്തിന് സാധ്യതയില്ല എന്നുള്ള വലിയ വിലയിരുത്തലുകൾ വരുന്ന കാലത്താണ് വിജയകാന്ത് ഒരു അഭിനേതാവ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് കൃത്യമായ ചുവടുനീക്കവുമായി, അതായത് എങ്ങനെയാണോ ചതുരംഗ പലകയിൽ കരുക്കൾ നീക്കേണ്ടത് എന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് കരുക്കൾ നീക്കിക്കൊണ്ട് വന്നൊരു നേതാവ് കൂടിയാണ് വിജയകാന്ത്. അദ്ദേഹത്തിന് ആ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം കൃത്യമായിട്ട് അറിയാമായിരുന്നു. ആ രാഷ്ട്രീയത്തിൽ ആർക്കൊപ്പം നിൽക്കണമെന്നുള്ളത് കൃത്യമായി അദ്ദേഹം പഠിച്ചു. ജയലളിത ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് കൃത്യമായ അടുപ്പം സൂക്ഷിച്ചിരുന്ന ആളുകൂടിയായിരുന്നു
ക്യാപ്റ്റൻ. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വന്ന നേതാവ്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം, ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാവ് കൂടിയാണ്. 2 തവണയാണ് തമിഴ്നാട്ടിലെ നിയമസഭാംഗമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ. അതുപോലെ തന്നെ അദ്ദേഹം ജനിച്ചത് മധുരയിലാണ്. 1952 ഓഗസ്റ്റ് 25-നാണ് അദ്ദേഹം മധുരയിൽ ജനിച്ചത്. ഔദ്യോഗിക പേര് വിജയരാജ അളഗർ സ്വാമി എന്നാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് പിന്നീട് ചലച്ചിത്രത്തിന്റെയും ഭാഗമായപ്പോഴാണ് അദ്ദേഹത്തിന് ചാരുഹാസനാണ് ഇടക്കാലത്ത് വിജയകാന്ത് എന്ന പേര് വിളിച്ചതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അതിന്റെ വസ്തുത കൃത്യമായി അറിയില്ല. പക്ഷേ വിജയകാന്ത് എന്നുള്ള പേര് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം. തമിഴ്നാട്ടിൽ പറയുന്നത് പോലെ തന്നെ വിജയകാന്ത് എന്നുള്ളൊരു ആ ഒരു ദ്വന്ദ്വത്തിലേക്ക് എത്തിയത് ആ കാലഘട്ടത്തിൽ കൂടിയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്.